തേർഡ് ഡേ ഞങ്ങളെല്ലാം റെഡി. ഇത് കുറച്ചധികമല്ലേ. ഇന്ന് നമ്മള് സിറ്റി ടൂർ എന്നാണ് ഞങ്ങൾ ആദ്യം വിചാരിച്ചത്. സിറ്റി ടൂർ അല്ല, നമ്മള് എവിടെ വന്നിട്ട് പോന്നേ? ഗുബ്സ്ഥാൻ എന്ന് പറഞ്ഞൊരു സ്ഥലത്തും പിന്നെ വേറെ സ്ഥലത്തും പിന്നെ ഉച്ചയ്ക്ക് ശേഷം സിറ്റി ടൂർ. ഞാൻ താഴത്തിൽ കാണിക്കാമല്ലോ, സ്റ്റെപ്പിൽ ചറവറ. ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ടമീസ് വ്ളോഗ്. അപ്പോൾ ഈ വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് മനസ്സിലായത് ഈ വീഡിയോയ്ക്ക് ഇൻട്രോ എടുത്തിട്ടില്ല എന്ന്. അപ്പോൾ ഇത് നമ്മൾ അസർബൈജാനിലെ തേർഡ് ഡേ ആണ്, മൂന്നാമത്തെ ദിവസമാണ്. നമ്മൾ രാവിലെ തന്നെ റെഡിയായിട്ട് എല്ലാവരും കൂടി റെഡിയായിട്ട് ഗുബ്സ്ഥാനിലേക്കാണ് പോയത്. പോകുന്ന വഴിക്ക് നമ്മളൊരു ചെറിയൊരു സൂപ്പർ മാർക്കറ്റിൽ കയറി. സാധനങ്ങൾക്കൊക്കെ അത്യാവശ്യം നല്ല വിലയുണ്ടായിരുന്നു, ഭയങ്കര ചീപ്പൊന്നും ആയിരുന്നില്ല, അത്യാവശ്യം വില നല്ല റേറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ ഗുബ്സ്ഥാൻ എത്തി. അവിടെ ഒരു ഗുബ്സ്ഥാൻ മോസ്ക് ഉണ്ട്, പിന്നെ നല്ല ഭംഗിയുണ്ട് കാണാൻ. നോക്കിക്കോ, നല്ല വെയിലല്ലേ, പക്ഷേ കാറ്റും ചൂടില്ല. എല്ലാവരും ഇറങ്ങുന്നതായിരുന്നു. ചെറിയൊരു വെയിലുണ്ട്, പക്ഷെ ചൂടില്ല. കൂളിംഗ് ഗ്ലാസ് വെച്ചാൽ കറക്റ്റ്. അതെ. പിന്നെ കാറ്റിനൊരു തണുപ്പുണ്ട്. നമ്മൾ ടിക്കറ്റ് എടുത്തു. ഇവിടെ ഗുബ്സ്ഥാൻ മോസ്കും ഗുബ്സ്ഥാൻ റോക്കും ഉള്ളത്, റോക്സ്. അപ്പോൾ നമ്മൾ ടിക്കറ്റ് എടുത്തു. അപ്പോൾ ഇത് ഒരാൾക്ക് 10 മനാത്ത് അല്ലേ? 10 മനാത്ത് പറഞ്ഞാൽ നമ്മളെ ഒരു മനാത്ത് എന്ന് പറഞ്ഞെങ്കിൽ നമ്മളെ 2 ദിറംസ്. നമ്മുടെ ദുബായിലെ ഒരു മനാത്ത് നമ്മളെ 2 ദിറംസ്. അപ്പോൾ 10 മനാത്ത് 20 ദിറംസ്. 20 ദിറംസ് നാട്ടിലത്തെ 500 ദിറംസ്. 500 ദിറംസോ? റുപ്പീസ്. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞ പോലെ ഇത് മോസ്ക് അല്ല, മ്യൂസിയമാണ്, ഗുബ്സ്ഥാൻ നാഷണൽ പാർക്ക് മ്യൂസിയം. അപ്പോൾ ആരെന്തോ മോസ്ക് എന്ന് പറഞ്ഞ പോലെ കേട്ടു, അതാണ് മോസ്ക് എന്ന് പറഞ്ഞത് വീഡിയോയിൽ. ഇതാണ് ഗുബ്സ്ഥാൻ മോസ്ക്. കാണിച്ചു കൊടുക്കും. അതെനിക്കറിയാം. അപ്പമാണ് വീഡിയോ എടുക്കുന്നതെങ്കിൽ ഒരാളെ തലയുണ്ടാവില്ല. എൻ്റെ വീഡിയോസിലെ ആകാശവും ഭൂമിയും മാത്രമേ ഉണ്ടാവൂ, ആൾക്കാർ. അങ്ങനെ നമ്മൾ മ്യൂസിയത്തിൻ്റെ അകത്ത് കയറി. മ്യൂസിയം അത്യാവശ്യം കാണാനുണ്ടായിരുന്നു, ഭയങ്കരമായിട്ട് ഉണ്ടായിട്ടില്ല, എന്നാൽ അത്യാവശ്യം കാണാനുണ്ടായിരുന്നു. 10 മനാത്തിന് ഉള്ളത് ഉണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 10 മനാത്തിനുള്ളത് ഉണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ കുറേ നേരം അതിൻ്റെ അകത്ത് നിന്നില്ല, ജസ്റ്റ് പെട്ടെന്നെല്ലാം വിസിറ്റ് ചെയ്ത് പുറത്തിറങ്ങി. എനിക്കറിയില്ല. ഇത് പക്ഷേ വലുതായിട്ടൊന്നും കാണാനില്ല. ബാക്ക്ഗ്രൗണ്ട് കൊള്ളാല്ലേ, വലുതായിട്ടൊന്നും കാണാനില്ല, നോർമൽ അല്ലേ? ഇനിയിപ്പോൾ നോക്കട്ടെ, ചിലപ്പോൾ മുകളിലേക്ക്. അങ്ങനെ മ്യൂസിയം കണ്ടു കഴിഞ്ഞ് നമ്മൾ നേരെ ഗുബ്സ്ഥാൻ റോക്ക് കാണാൻ പോയി. അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ആയിരുന്നു ഗുബ്സ്ഥാൻ റോക്ക്. We reached our next destination. ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം ദേവാമരം. നോക്കൂ, അത് പക്ഷേ ഇത് ഈ ബാക്ക് നല്ല രസമുണ്ട്. നല്ല രസമുണ്ട്, ഫോട്ടോ കയറണം. ഞാൻ ക്യാമറയിൽ ഫോട്ടോ എടുത്ത് തരാം. ഓക്കെ, നിങ്ങൾ അവിടെ. അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് ഗുബ്സ്ഥാൻ റോക്ക്. ശരിക്കും പറഞ്ഞാൽ കുറേ പാറകളുണ്ടായിരുന്നു, പാറക്കെട്ടുകൾ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമുക്ക് മുകളിലേക്ക് നടന്നു പോകാൻ പറ്റും. നമ്മൾ കുറേ ദൂരം നടന്നിട്ടില്ല, കാരണം വെയിൽ കണ്ടിട്ട് എല്ലാവരും നല്ലോണം ടയേർഡായിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് കുറേ ദൂരം നടന്നിട്ടാണ്.
Да. Изначально здесь они проживали. Это пещер 3. 2 или 3 должно быть. സുഭാഷേ കുട്ടേട്ടാ. അപ്പോൾ ഇത് നമ്മൾ മുകളിൽ എത്തിരാകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. കുറേ മുകളിലേക്കൊന്നും നമ്മൾ പോയിട്ട് കുറച്ച് മുകളിലേക്ക് പോയതേ ഉള്ളൂ. അടുത്ത് എത്തിരാകുമ്പോൾ എടുത്ത വീഡിയോ ആണ്. ശരിക്കും നല്ല രസമുണ്ടായിരുന്നു കാണാൻ. അതെങ്ങനെ പറയേണ്ടതെന്ന് അറിയില്ല. വീഡിയോയിൽ മനസ്സിലാവുന്നുണ്ടോയെന്നും അറിയില്ല. നല്ല ഭംഗിയുണ്ടായിരുന്നു. എല്ലാവരുടെ കുടൽ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി പോകുന്നുണ്ട്. എല്ലാവരും സൈഡായി തലവേദനിക്കും. അതെ, നിന്നെ കാണിച്ചണേ. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി മിനിയാന്ന് മഹാറാണി റെസ്റ്റോറൻറ്റിൽ പോയി. ഇന്ന് അവരെ വേറെ ബ്രാഞ്ച് മായ. നമ്മൾ ആദ്യം ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ പോയി ഒരു ബിരിയാണിക്ക് 20 മിനിറ്റ്, അപ്പം 40 ദിർഹംസ്. അതുകൊണ്ട് ഞങ്ങളത് വേണ്ടാന്ന് വെച്ചു. മറ്റേത് 13 ഉള്ളൂ ആക്ച്വലി. മുമ്പ് കഴിച്ചത് 13 കണ്ടേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ നമ്മളിപ്പോ മായയിലേക്ക് വന്നിട്ടുണ്ട്. ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് അതെ, ഇനിയിപ്പോ ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് ഫയർ ടെമ്പിൾ പോകും ചിലപ്പോ. ഫയർ ടെമ്പിൾ. അങ്ങനെ നമ്മൾ നേരെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പോയി. മഹാറാണി എന്ന് പറഞ്ഞ റെസ്റ്റോറൻറ്റിൻ്റെ വേറൊരു ബ്രാഞ്ചിലാണ് നമ്മൾ ഫുഡ് കഴിക്കാൻ കയറിയിട്ടുണ്ടായത്. നല്ല ഫുഡായിരുന്നു. പൊതുവെ ഞങ്ങൾക്ക് അസർബൈജാനിൽ ഓൾമോസ്റ്റ് എല്ലാ ഫുഡും ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എല്ലാം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നമ്മൾ ഫെനിക്കുലാർ കയറാണ്ടിരിക്കുകയാണ്. അതെ, ഫിനിക്കുലാർ കയറാൻ നിൽക്കുകയാണ്. ഫിനിക്കുലാർ എന്ന് വെച്ചെങ്കിൽ ഒരു മെട്രോന്റെ ഒരു കഷ്ണം പറയുന്നത്. അപ്പോൾ ഫിനിക്കുലാർ കയറാൻ നിൽക്കുകയാണ്. ആദ്യം നമുക്ക് ടിക്കറ്റ് എടുക്കണം. ഒരാൾക്ക് 1 മിനിറ്റ്. അപ്പോൾ നമ്മൾ ക്യൂവിലാണ് ഗൈസ് ഇപ്പോൾ. അതെ, നമ്മൾ ക്യൂവിലാണ്. മമിത ബൈജു സ്വയം പ്രഖ്യാപിക്കാൻ ഇഷ്ടമല്ല. സ്വയം പ്രഖ്യാപിത പ്രേമലു അങ്ങനെ നമ്മൾ ടിക്കറ്റ് എടുത്തു. 1 മിനിറ്റായിരുന്നു ഒരാൾക്ക്. അങ്ങനെ ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ ഫുനിക്കുലാറിൽ കയറി. ശരിക്കും പറഞ്ഞെങ്കിൽ നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ. നമ്മുടെ മെട്രോൻ്റെ എല്ലാം ചെറിയൊരു കഷ്ണം അതുപോലെ ആയിരുന്നു. പക്ഷേ വ്യൂ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർ ആ വ്യൂ കാണാൻ വേണ്ടിയിട്ടായിരിക്കണം ഫുനിക്കുലാറിൽ കയറുന്നത്. അമ്മോ അങ്ങനെ നമ്മൾ മുകളിലെത്തി. മുകളിലൊരു പാർക്കായിരുന്നു. വൈകുന്നേരം ആയതുകൊണ്ട് തന്നെ ആ പാർക്കിലിരിക്കാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. അവിടെ നമുക്ക് ഫ്ലെയിം ടവർ കാണുന്നുണ്ടായിന്, പിന്നെ ബീച്ച് കാണുന്നുണ്ടായിന്. ശരിക്കും പറഞ്ഞെങ്കിൽ നല്ലൊരു പാർക്കായിരുന്നു. അങ്ങനെ ഭയങ്കര ആൾക്കാരൊന്നും ഉണ്ടായിട്ടില്ല, കുറച്ച് ആൾക്കാരെ ഉണ്ടായിട്ട് നല്ലൊരു പാർക്കായിരുന്നു. അങ്ങനെ പാർന്ന് നമ്മൾ നേരെ റൂമിലേക്ക് തിരിച്ചു പോയി. കാരണം എല്ലാവരും നല്ല ടയർഡായിട്ടുണ്ടായിരുന്നു. റൂമിൽ പോയിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് നമുക്ക് നിസാമി സ്ട്രീറ്റ് പോകാനുണ്ടായിന്. അപ്പോൾ നമ്മളെല്ലാവരും റൂമിലേക്ക് തിരിച്ചു പോയി. ഞങ്ങളൊന്ന് ഫ്രഷായി വീണ്ടും ഇറങ്ങിയിട്ടുണ്ട്. നിസാമി സ്ട്രീറ്റ് അല്ലേ? നിസാമി സ്ട്രീറ്റ്. ഇപ്പം സമയം 8:10. ഇപ്പോഴും നോക്കും നിങ്ങൾ ലൈറ്റ്. വെളിച്ചം കണ്ടു, വെളിച്ചം. നമ്മൾ നിസാമി സ്ട്രീറ്റിലെത്തി ഗൈസ്. ടയർഡായി. ഞാനും തലവേദന എടുക്കണം. ഇപ്പം കറക്റ്റ് വീട്ടിൽ പോയി കിടക്കേണ്ട ഒരു ടൈമായിരുന്നു. പക്ഷേ നല്ല കാലാവസ്ഥ. രാത്രിയൊന്നും ആയില്ല. ഇപ്പം 8:30 പക്ഷേ ഇവിടെ പകല് പോലെ ഉണ്ട്. ഒരു 6 മണി പോലെ ഉണ്ട്. 6 മണി പോലെ ഉണ്ട്. നല്ല തണുത്ത കാറ്റും. നല്ല കാറ്റ്. മഴ പെയ്യും തോന്നുന്നു. പക്ഷെ എന്തോ ഒരു ടയർഡായി. വണ്ടിയിലിരുന്നൊന്നും ആയില്ല. വെയിലുണ്ട്. ആ ഫസ്റ്റ് ട്രിപ്പ് വെയിലായിപ്പോയില്ലേ. അപ്പോൾ ഗൈസ്, ഇതാണ് നിസാമി സ്ട്രീറ്റ്. ഫോണിൽ ശരിക്കും നിസാമി സ്ട്രീറ്റിൻ്റെ ഭംഗിയൊന്നും കാണുന്നില്ല. നേരിൽ കാണാൻ നല്ല രസമുണ്ടായിരുന്നു. വെച്ചാൽ നമുക്ക് അവിടെ എത്ര സമയം നിന്നിട്ടും തെയ്യുന്നുണ്ടായിട്ടാ. നമുക്ക് സമയം പോകുന്നതേ അറിഞ്ഞിട്ട് അത്രക്കും ഭംഗിയുണ്ടായിരുന്നു. ശരിക്കും നിസാമി സ്ട്രീറ്റ് നൈറ്റ് പോയിട്ട് എൻജോയ് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ നൈറ്റ് പോയത്. ആ ലൈറ്റിങ്ങും പിന്നെ ആ ബിൽഡിംഗ് എല്ലാം കൂടി നല്ല ഭംഗിയുണ്ടായിരുന്നു. നല്ല ആംബിയൻസ് ആയിരുന്നു. ഇതാണ് നിസാമി സ്ട്രീറ്റ്. നല്ല വൈബുണ്ട് നിസാമി സ്ട്രീറ്റ്.
അപ്പോൾ ഏട്ടൻ പറഞ്ഞ പോലെ ഭയങ്കര ഭംഗിയായിരുന്നു റെസ്റ്റോറൻറ്റ്സ് എല്ലാം. അവർ പ്രത്യേകം സെറ്റ് ചെയ്തിട്ട് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. നമ്മളങ്ങനെ അവിടെ കുറച്ച് നേരം കറങ്ങി നടന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമിലേക്ക് തിരിച്ചു വന്നു. നമ്മൾ തിരിച്ച് ഹോട്ടലിലേക്ക് എത്തി. ഇന്നത്തെ ട്രിപ്പ് കഴിഞ്ഞു. ഇന്നത്തത് നിസാമി സ്ട്രീറ്റ് അടിപൊളിയായിരുന്നു അല്ലേ? അതെ, സൂപ്പറായിരുന്നു നിസാമി സ്ട്രീറ്റ്. പിന്നെ എവിടെയായിരുന്നു നമ്മൾ പോയത്? പിന്നെ ഇടയിലോ പോയി. പക്ഷെ ഇന്നായിരുന്നു ഏറ്റവും കൂടുതൽ ടയർഡായത്. അതുകൊണ്ട് പെട്ടെന്ന് പോയി കിടക്കണം. പിന്നെ നമ്മൾ ഗുബുസ്ഥാൻ പോയി, ഫെനിക്കുലർ കയറി, നിസാമി സ്ട്രീറ്റ് പോയി, പിന്നെ ഇവിടെ ഒരു സ്ഥലത്തും കൂടി പോയി. അതൊക്കെ ഓർമ്മയില്ലാടാണ്. പിന്നെ മായ റെസ്റ്റോറൻറ്റിൽ പോയി ഫുഡ് കഴിച്ചു. അപ്പോൾ ഇന്നത്തെ ശരിക്കും നല്ല ഡേ ആയിരുന്നു. പക്ഷെ നമുക്ക് നല്ലോണം ടയർഡായിപ്പോയി. നല്ല വെയിലുണ്ടായതുകൊണ്ട് ടയർഡായിപ്പോയി. ചൂടുണ്ടായിട്ട് മഴയായിരുന്നെങ്കിൽ നമ്മൾ പിന്നെ ടയർഡ് ആവില്ല. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, വീഡിയോ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. താങ്ക് യു.